വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ യോഹന്നാൻ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശു ലോകത്തിന്റെ പ്രകാശം. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല. അവന് ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അപ്പോൾ ഫരിസയർ പറഞ്ഞു, നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു. നിന്റെ സാക്ഷ്യം സത്യമല്ല. യേശു പ്രതിവചിച്ചു, ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ്. കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം. എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ വിധി മാനുഷികമാണ്. ഞാൻ ആരെയും വിധിക്കുന്നില്ല. ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ്. കാരണം ഞാൻ തനിച്ചല്ല, എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട്. 2 പേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ. എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു. എന്നെ അയച്ച പിതാവും എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിന്റെ പിതാവ് എവിടെയാണ്? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെയാകട്ടെ എന്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല. എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ദേവാലയത്തിൽ ഭണ്ഡാരസ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത്. എന്നാൽ ആരും അവനെ പിടിച്ചില്ല. കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു. യേശു ആത്മവിശ്വാസത്തിന്റെ ഉദാത്ത മാതൃക. സാധാരണ വ്യക്തികളിൽ നിന്ന് വ്യത്യസ്തമായി ആത്മവിശ്വാസത്തിന്റെ തികഞ്ഞ ഒരു മാതൃക, ഉദാത്തമായിട്ടുള്ളൊരു മാതൃക എന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് യേശു ക്രിസ്തുവിനെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമുക്ക് ദർശിക്കാനാകുക. യേശു തന്റെ ശ്രോതാക്കളോടായിട്ട് പറയുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന്. ഇന്നേ വരെ ഒരു വ്യക്തിയും അവകാശപ്പെട്ടിട്ടില്ലാത്തൊരു പ്രസ്താവനയാണത്. അതുകൊണ്ട് തന്നെ ശ്രോതാക്കളിൽ പലരും അതിനെ എതിർത്തു. വിമർശന ബുദ്ധിയോടുകൂടിയാണ് അതിനെ നേരിട്ടത്. ചിലർ താത്വികമായിട്ടുള്ള രീതിയിൽ പോലും അതിനെ ചോദ്യം ചെയ്യാൻ ഇടവന്നു. ഈ തരത്തിൽ തന്റെ പ്രസ്താവനയെ എതിർത്ത വ്യക്തികളോട് തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടെ യേശു ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശം ആകുന്നു. കാരണമായിട്ട് യേശു പറയുന്നു, താൻ ആരാണെന്നും എവിടെ നിന്ന് വന്നു എന്നും എന്തിനാണ് താൻ വന്നിരിക്കുന്നത് എന്നും എവിടേക്കാണ് താൻ പോകാനിരിക്കുന്നത് എന്നും ഒക്കെ വ്യക്തമായിട്ടുള്ള അവബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത് പറയുന്നത് എന്ന് ശ്രോതാക്കളെ ധരിപ്പിക്കുകയാണ് യേശു. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ആത്മവിശ്വാസം ഉണ്ടാകണമെന്ന് വരികിൽ പ്രധാനമായിട്ട് 3 ഘടകങ്ങളെങ്കിലും സമഞ്ജസമായിട്ട് ആ വ്യക്തിയിൽ സമ്മേളിക്കേണ്ടതുണ്ട്. അതിലൊന്ന്, താൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന ഉത്തമ ബോധ്യം. രണ്ടാമത്തേത്, താൻ ചെയ്യുന്നതും തന്റെ ജീവിത വീക്ഷണവും തെറ്റല്ല എന്ന ഉറപ്പ്. എന്നുവെച്ചാൽ ഒരു വ്യക്തിയുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും നൈയാമികമായിട്ടുള്ള പിൻബലം മാത്രമുണ്ടായാൽ പോരാ, അതിനോടുകൂടെ ധാർമ്മികമായിട്ടുള്ള ഉറച്ച അടിത്തറയും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. മൂന്നാമത്തേത്, സത്യം തന്നെയായിട്ടുള്ള ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസം. ഈ 3 ഘടകങ്ങളും സമഞ്ജസമായിട്ട് ഒരു വ്യക്തിയിൽ സമ്മേളിക്കുമ്പോഴാണ് ആ വ്യക്തി ആത്മവിശ്വാസത്തിന്റെ തികവിലും നിറവിലും എത്തിച്ചേരുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഇന്നത്തെ സുവിശേഷത്തിന്റെ വാക്കുകളിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ഈ 3 ഘടകങ്ങളും യേശുവിൽ സമന്വയിക്കുന്നതായിട്ട് യേശുവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നാം ആത്മവിശ്വാസത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു എന്ന് വരികിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മുടെ ജീവിതവും ജീവിത വീക്ഷണവും ശരിയാണ് എന്ന് ഉറപ്പുവരുത്തണം. നമ്മുടെ ജീവിതവും ജീവിത വീക്ഷണവും തെറ്റല്ല എന്ന ഉത്തമ ബോധ്യം ഉണ്ടാകണം. സത്യം തന്നെയായ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസവും നമുക്കുണ്ടാകണം. ഇത് 3 നമുക്ക് കൈമുതലായിട്ടുണ്ടെങ്കിൽ ഒരു ബോംബിന് പോലും തകർക്കാൻ സാധിക്കാത്ത ശക്തിയുടെ ദുർഗമായിട്ട് വ്യക്തി എന്ന വിധത്തിൽ നമ്മൾ തീരുന്നതായിട്ട് കാണാം. യേശു പറയുന്നു, തന്റെ വ്യക്തിത്വവും തന്റെ അസ്തിത്വവും ലോകത്തിന്റെ മാർഗമായിട്ട് മനുഷ്യരുടെ പ്രകാശമായിട്ട് തീരാൻ വേണ്ടിയാണ് താൻ വന്നിരിക്കുന്നതെന്ന്. ആര് ചോദ്യം ചെയ്താലും അചഞ്ചലനായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ആ വ്യക്തിയുടെ വ്യക്തിത്വ പ്രാഭവം നമ്മളെ യഥാർത്ഥത്തിൽ ആകർഷിക്കുക തന്നെ വേണം.